ഗുരുധർമ്മ പ്രചാരണ സഭ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശിവഗിരി മഠം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി മുഖ്യ ആചാര്യനായി കട്ടപ്പന ടൗൺ ഹാളിൽ നടന്നുവരുന്ന ശ്രീനാരായണ ദിവ്യ പ്രബോധനത്തിലും ധ്യാനത്തിലും പങ്കെടുത്ത 1000-ലേറെ ആളുകൾ. വെള്ളിയാഴ്ച ആരംഭിച്ച ധ്യാനം ഞായറാഴ്ച സമാപിക്കുമെന്ന് ഗുരുധർമ്മ പ്രചാരണ സഭാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ ഉപയോഗത്തിനെതിരായി ഗുരുദേവ വചനങ്ങളുടെ പ്രസക്തി, ഉപനിഷത്തുകൾ, ഭഗവത്ഗീത, ബൈബിൾ, ഖുർആൻ എന്നിവയുടെ പശ്ചാത്തലത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ 73 വർഷം നീണ്ടു നിൽക്കുന്ന ദിവ്യ ജീവിതവും ഗുരുദേവൻ രചിച്ച 70ഓളം കൃതികളും ധ്യാനത്തിൽ പഠന വിഷയമാക്കി വരുന്നു. രാജ്യത്തിന് അകത്തും പുറത്തുമായി ഇതിനോടകം 415 യജ്ഞങ്ങൾ നടത്തി കഴിഞ്ഞു. അതേസമയം ദിവ്യ പ്രബോധനത്തിനെതിരായി സമൂഹ മാധ്യമങ്ങളിലടക്കം വ്യാജ പ്രചരണം നടക്കുന്നതായി ഭാരവാഹികൾ പറഞ്ഞു. ശിവഗിരി മഠവും SNDP യോഗവും തമ്മിൽ പ്രശ്നങ്ങളുള്ളതായും അടിസ്ഥാന രഹിത പ്രചരണങ്ങളുണ്ട്. ശ്രീനാരായണർ ഇതെല്ലാം തള്ളിക്കളയുമെന്നും ഗുരുവിന്റെ ദിവ്യമായ ജീവിതവും തത്വദർശനവും മറ്റ് ആത്മീയ ദർശനങ്ങളും ജനങ്ങളിൽ എത്തിക്കുകയാണ് ധ്യാനത്തിന്റെ ലക്ഷ്യമെന്നും ഭാരവാഹികൾ പറഞ്ഞു. സ്വാമിജി നടത്തിവരുന്ന ഒരു സന്ദേശ പ്രചരണ യജ്ഞമാണ് ശ്രീനാരായണ ദിവ്യ പ്രബോധനവും ധ്യാനവും. ഇതൊരു ചർച്ചയോ സമ്മേളനമോ പഠന ക്ലാസോ ഒന്നുമല്ല, മറിച്ച് മഹത്തായ ഒരു യജ്ഞമാണ്. പ്രാർത്ഥനയും ധ്യാനവും ജപവും ശാന്തി ഭവനവും ഒക്കെ ഉൾപ്പെടുത്തി മന്ത്ര ജപവും മെഡിറ്റേഷനും ഒക്കെ അടങ്ങിയ ഒരു ധ്യാന യജ്ഞ പരിപാടിയാണ്. മിക്കവാറും കേരളീയ ജനതയ്ക്ക് സ്വാമിയുടെ ധ്യാന യജ്ഞം സുപരിചിതമാണ്. ശിവഗിരി മഠത്തിൽ നടന്നിട്ടുണ്ട്. ശിവഗിരി മഠത്തിലെ ശാഖാസ്ഥാപനങ്ങളിലും തമിഴ്നാട്ടിലും മറ്റും സോഷ്യൽ മീഡിയകളിലെല്ലാം തന്നെ ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ എന്ന് പറയുന്നത് പോലെ ആത്മീയവും ഭൗതികവുമായിരിക്കുന്ന വിഷയങ്ങളെ കൂട്ടിയിണക്കുന്ന ഒന്നാണ് ശിവഗിരി മഠവും SNDP യോഗവും. ആ രണ്ട് നേതൃത്വങ്ങൾ തമ്മിൽ പരസ്പര വിരുദ്ധമാണ് എന്ന് വരുത്തി തീർക്കുന്നതിനുള്ള ചില ശ്രമങ്ങൾ കോണുകളിൽ നിന്ന് ഉണ്ടാകുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്, സമാരാധനായ ജനറൽ സെക്രട്ടറിയും സച്ചിദാനന്ദ സ്വാമികളുമായി യാതൊരു വക അഭിപ്രായ വ്യത്യാസങ്ങളും നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. എന്തുകൊണ്ട് സ്വാമി ഇത് പറഞ്ഞു എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഏവർക്കും അറിയാൻ, കഴിഞ്ഞ തീർത്ഥാടനത്തില് രണ്ടുപേരും തോളോട് തോള് ചേർന്നാണ് ആ തീർത്ഥാടന മഹാസമ്മേളനത്തിൽ ഇരുന്നത്. വിരുദ്ധങ്ങളായിരിക്കുന്ന രണ്ടുപേരും ഒരേ വേദിയിൽ വരുമോ? നിങ്ങൾക്ക് ചിന്തിക്കാനുള്ളതേ ഉള്ളൂ. ചില ആശയങ്ങളെ കൊണ്ട് എന്തെങ്കിലും വ്യത്യാസങ്ങൾ പരസ്പരം. ശിവഗിരി മഠം ജനറൽ സെക്രട്ടറി ശുഭാനന്ദ സ്വാമി, ഗുരുധർമ്മ പ്രചാരണ സഭാ സെക്രട്ടറി അസംഗാനന്ദഗിരി സ്വാമി, ഗുരുപ്രകാശം സ്വാമി, അംബികാനന്ദ സ്വാമി, ശിവനാരായണ തീർത്ഥസ്വാമി, മഹാദേവാനന്ദ സ്വാമി, ജ്ഞാനതീർത്ഥ സ്വാമി, വീര ജ്ഞാനാനന്ദഗിരി സ്വാമി എന്നിവരും ശിവഗിരി മഠത്തിൽ സന്യാസിശ്രേഷ്ഠനും ധ്യാനത്തിൽ കാർമ്മികത്വം വഹിക്കുന്നു. ഞായറാഴ്ച രാവിലെ 9:30 മുതൽ ഉച്ചകഴിഞ്ഞ് 3 വരെ ദിവ്യപ്രബോധനവും ധ്യാനവും തുടരും. സമാപന സമ്മേളനം റോയ് കെ പൗലോസ് MLA ഉദ്ഘാടനം ചെയ്യും. ശുഭാനന്ദ സ്വാമി, സന്യാസി ശ്രേഷ്ഠർ കട്ടപ്പന സെന്റ് ജോർജ് പള്ളി വികാരി ഫാദർ ജോസ് മകരത്തിൽ, കട്ടപ്പന ജുമാ മസ്ജിദ് ഇമാം മൗലവി അൽ കൗസരി, നഗരസഭാ കൗൺസിലർമാരായ VR സജി, CR മുരളി, മഞ്ജു സതീഷ്, കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ സെക്രട്ടറി ജോഷി കുട്ടട, GDP ശ്രേഷ്ഠർ KT സുകുമാരൻ, ജില്ലാ പ്രസിഡന്റ് KN മോഹൻദാസ്, സെക്രട്ടറി VP ശശികുമാർ എന്നിവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ KN മോഹൻദാസ്, CK ശശി, PR രഘു എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.